സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ശശി തരൂർ എംപിയുടെ PA ശിവകുമാർ പ്രസാദ് അറസ്റ്റിൽ. ഡൽഹി വിമാനത്താവളത്തിലൂടെ 500 ഗ്രാം സ്വർണം കടത്തിയെന്നാണ് കേസ്. വാർത്താ ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടത്. ശിവപ്രസാദ് തന്റെ മുൻ സ്റ്റാഫ് അംഗമാണെന്നും നിയമം അതിന്റെ വഴിക്ക് പോകണമെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. ഇന്ത്യ സഖ്യം സ്വർണ്ണക്കടത്തിലും പങ്കാളികൾ എന്ന് പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ശശി തരൂരിന്റെ മുൻ സ്റ്റാഫ് അംഗമാണ് ഇത്തരത്തിൽ ഒരു കേസിൽ പെട്ടിരിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് എക്സിൽ അദ്ദേഹം പ്രതികരിക്കുന്നതും. മാത്രമല്ല BJP നേതാവായ നമ്മുടെ കാൻഡിഡേറ്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലൊരു പ്രതികരണം ഉണ്ടായി. ഇനി ഇന്ത്യ മുന്നണി മുഴുവൻ അങ്ങനെയാണോ എന്ന്? തീർച്ചയായിട്ടും മോത്തി, ഈ കാര്യം, ഈ സംഭവം ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ശശി തരൂരിൻ്റെ MP എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാണ് പറയുന്നത് കസ്റ്റംസ്. അദ്ദേഹത്തിൻ്റെയും ഒപ്പം മറ്റൊരു കൂട്ടാളിയുടെയും കയ്യിൽ നിന്ന് 500 ഗ്രാം സ്വർണം പിടിച്ചെടുക്കുന്നത്. ദുബായിൽ നിന്നെത്തിയ മറ്റൊരു യാത്രക്കാരൻ്റെ കയ്യിൽ നിന്നും ഈ സ്വർണം ഇവർ മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവിടെ വെച്ചാണ് കസ്റ്റംസ് പിടികൂടുന്നത്. അതിനുശേഷം അവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നും, കസ്റ്റംസിൻ്റെ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇതുവരെ എന്നുള്ള കാര്യം. അതിന് പിന്നാലെയാണ് ഇതിലൊരു ഔദ്യോഗിക വിശദീകരണവുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ശിവകുമാർ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി, അത് ശശി തരൂരിൻ്റെ മുൻ സ്റ്റാഫ് അംഗം തന്നെയായിരുന്നു. മാത്രമല്ല 72 വയസ്സ് പ്രായമുണ്ട്. സ്ഥിരമായി ഡയാലിസിസ് ചെയ്തു പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു അനുഗമ എന്നുള്ള രീതിയിൽ പാർട്ട് ടൈം അംഗമായി നിലനിർത്തിയിരുന്നു. മാത്രമല്ല എയർപോർട്ട് ഫെസിലിറ്റേഷൻ സഹായവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനൊപ്പം തന്നെ ഏറെക്കാലമായി ജോലി ചെയ്തൊരു വ്യക്തി കൂടെയാണ് ഈ ശിവകുമാർ പ്രസാദ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ കേസിൽ അകപ്പെട്ട് ഇപ്പോൾ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. പക്ഷേ ഈ സംഭവത്തെ ഒരു തരത്തിലും അദ്ദേഹം ന്യായീകരിക്കില്ല. മറിച്ച് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോട്ടെ, മാത്രമല്ല അന്വേഷണ ഏജൻസികൾക്ക് വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയാണ് എന്നുള്ള കാര്യം കൂടി ശശി തരൂർ പറയുന്നുണ്ട്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി ധർമ്മശാലയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അന്വേഷണം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഇതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് ഔദ്യോഗിക പ്രതികരണം. ഒപ്പം തന്നെ BJP ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ സഖ്യം, നേരത്തെ കേരളത്തിൽ CPMവുമായി ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസും ശശി തരൂരിൻ്റെ സഹായി തന്നെ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് സ്വർണ്ണക്കടത്തിലും സഖ്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വിമർശനത്തോടെ പറഞ്ഞു വെക്കുന്നത്. 2 പേരാണ് ഇന്നലെ വൈകിട്ട് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റഡിയിലായിരിക്കുന്നത് കസ്റ്റംസിൻ്റെ. അതിൽ ഒരാളാണ് ശിവകുമാർ പ്രസാദ്. മറ്റേയാളുടെ വിശദാംശങ്ങളൊന്നും തന്നെ കസ്റ്റംസ് ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. ദുബായിൽ നിന്ന് എത്തിയ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങി പോകവെയാണ് കസ്റ്റംസിൻ്റെ പിടിയിലാകുന്നതും പിന്നീട് ശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനായി കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. ശരി അർജുൻ.